അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ശഅബാൻ 23. ഇനി ഒരാഴ്ച അതല്ലെങ്കിൽ 6 ദിവസം മാത്രമേ റമദാനിൽ എത്താൻ ബാക്കിയുള്ളൂ. റമദാനിൽ ചൊല്ലേണ്ട ചില ദിക്റുകൾ കൂടി നമുക്ക് ഇത്തരുണത്തിൽ സ്മരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിൽ പ്രാർത്ഥിക്കാനായി പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹുവേ തീർച്ചയായും നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ. ഇത് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബസമേതമൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ എന്ന സന്ദർഭമാണ് എങ്കിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നയാൾ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്ന എന്ന് കൂടി പറയാവുന്നതാണ്. അല്ലാഹുവേ നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്, ഞങ്ങൾക്ക് നീ മാപ്പ് തരണമേ എന്നാണ് ഫഅഫു അന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇത് ലൈലത്തുൽ ഖദറിൽ പ്രാർത്ഥിക്കാനാണ്. എന്നാണ് ലൈലത്തുൽ ഖദർ? കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അതിനെ സംബന്ധിച്ച് വിവരം നൽകിയിട്ടില്ല. റമദാനിലെ അവസാനത്തെ 10 എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവസാനത്തെ 10 തന്നെ ഒറ്റവിട്ട രാവുകളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏത് ദിവസവും ലൈലത്തുൽ ഖദർ ആയാലും വിരോധമില്ലാത്ത വിധം എന്നും നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിലും നാം പ്രാർത്ഥിച്ച കൂട്ടത്തിൽപ്പെടുത്തി നമുക്കതിന്റെ പ്രതിഫലം നൽകും. ഒപ്പം നാം മനസ്സിലാക്കേണ്ടത്, നാം അള്ളാഹുവിനോട് നീ എത്രയോ അധികം മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് തരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവവും നമ്മൾ മാറ്റണം. നാമും ഏറെ മാപ്പ് കൊടുക്കുന്നവരാകണം, നമ്മളും ഏറെ മാപ്പ് ഇഷ്ടപ്പെടുന്നവരാകണം. നമുക്ക് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനും സാധിക്കണം. നമ്മൾ ആരോടും ഒരു മാപ്പും കൊടുക്കില്ല, ആർക്കും നാം ഒരു ചെറിയ ഇളവ് പോലും ചെയ്തു കൊടുക്കില്ല എന്നാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അർഹത നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് തരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിക്കും. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.